ചുരുക്കി പറഞ്ഞാൽ ഈ കാണുന്നതെല്ലാം മായയാണെന്നാണ്. ഞാനും നിങ്ങളും ഈ സ്റ്റാൻഡും മൈക്കയും പള്ളിയും ഒക്കെ മായയാണ്, ഉള്ളതല്ല, തോന്നുകയാണ് നമുക്ക് അങ്ങനെ ഉണ്ട്. പിന്നെ യഥാർത്ഥത്തിലുള്ളത് പരബ്രഹ്മം മാത്രമാണ്. അദ്വൈതത്തിലെ ദൈവം എന്താണ്? അദ്വൈതം പഠിപ്പിക്കുന്ന ദൈവം എന്താണ്? അത് നിർഗുണ ചൈതന്യം എന്നാണ് പറയാം. പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നുവെച്ചാൽ ഒരു സിഫത്തും ഇല്ല. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി സമീഉൻ ബസീറുൻ ആലിമുൻ മുതകല്ലിമുൻ മുരീദുൻ, ഈ പരിപാടിയൊന്നുമില്ല. നിർഗുണം. ഈ നിർഗുണമാകുന്ന ഒരു ചൈതന്യം. അതുകൊണ്ടാണ് ഉണിത്തിരിയെ പോലെയുള്ള സംസ്കൃത പണ്ഡിതന്മാർ ഭാരതീയമായ നാസ്തിക ദർശനങ്ങൾ പോലെയുള്ള പുസ്തകങ്ങളിൽ അദ്വൈതത്തെ നാസ്തിക ആദർശമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. എന്ന് വെച്ചാൽ ദൈവനിഷേധമാണ് അദ്വൈതത്തിലുള്ളത്. അപ്പൊ നമ്മുടെ സെക്രട്ടറി ഇങ്ങനെ പത്രസമ്മേളനത്തിൽ പത്രക്കാരോട് പറയണം, ഞാൻ ദൈവമാണ്, നിങ്ങളും ദൈവമാണ്. അഹം ബ്രഹ്മാസ്മി, ഞാൻ പരബ്രഹ്മത്തിന്റെ ഭാഗമാകുന്നു. തത്വമസി, നിങ്ങളും അത് തന്നെയാകുന്നു. അദ്ദേഹം ചിരിക്കുകയാണ്. ഇത് കുറെ മുന്നേ പറഞ്ഞതാണല്ലോ. പഴക്കുണ്ടാകുമ്പോൾ കുറച്ച് കാലം മുന്നേ അത് ഉണ്ടായി എന്നതിനപ്പുറം അതാണ് ഇസ്ലാം എന്ന് പറയുന്നിടത്ത് നമ്മൾ തിരുത്തേണ്ടി വരും. നമ്മളിപ്പോൾ ശ്രീ ശങ്കരാചാര്യരുടെ ആദർശത്തെക്കുറിച്ചല്ല പറയുന്നത്. അത് അതിൻ്റെതായ തലത്തിൽ നീങ്ങട്ടെ, അതിൻ്റെ ആളുകൾ അത് വിശദീകരിക്കട്ടെ. നമ്മൾ പറയുന്നത് അതാണ് ഇസ്ലാം എന്നും അതാണ് ഇസ്ലാമിലെ ദൈവസങ്കല്പം എന്നും പറയുമ്പോൾ അതല്ലെന്ന് പറയാൻ ഇസ്ലാമിക പ്രബോധകരെന്ന രീതിയിൽ നമ്മൾ നിർബന്ധിതരാകുന്നു. ഇത് പറയാതെ പറ്റൂല. എന്നിട്ട് പറയാം ഓരോരുത്തരുടെയും ഉള്ളിലാണ് ദൈവം. ഇദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുന്ന ഒരു പോയിന്റാണ്, നമ്മൾ നിസ്കരിക്കുന്നത് ഏതോ ഒരു അന്യ ദൈവത്തിനൊന്നുമല്ല, നേരെ മറിച്ച് നമ്മുടെ ഉള്ളിലുള്ളൊരു ദൈവമുണ്ട്, അതിനു വേണ്ടിയാണ് നമ്മൾ നിസ്കരിക്കുന്നത്.